ഒരു ദുരന്തമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തകരെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമാണ് രക്ഷപ്പെടുത്തുന്നവരെ വേഗത്തിലെത്തിക്കാൻ അടുത്തെങ്ങും ആശുപത്രി ഉണ്ടാകില്ല എന്നുള്ളത്. മുണ്ടക്കൈ ദുരന്തത്തിലും നമ്മളിപ്പോഴത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കേറ്റവരെയും കൊണ്ട് കിലോമീറ്ററുകളകലെ മാനന്തവാടിയിലേക്കോ കൽപ്പറ്റയിലേക്കോ ഒക്കെ ആംബുലൻസുകൾക്ക് പറക്കേണ്ടി വരുന്നു. പാലം തകർന്ന് യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ ബെയിലി പാലം ഒരുക്കിയത് നാം കണ്ടു. മനുഷ്യസാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഡ്രോൺ ടെക്നോളജിയുടെ ഉപയോഗവും തേടി. ഇത്തരത്തിൽ ദുരന്തമുഖങ്ങളിൽ വിമാനത്തിൽ നിന്നും താഴേക്കിട്ട് 12 മിനിറ്റിൽ വിന്യസിക്കാവുന്ന ഒരു പോർട്ടബിൾ ആശുപത്രി ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്ന് പേരിട്ടിരിക്കുന്ന പോർട്ടബിൾ ആശുപത്രി അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ വേഗത്തിൽ വൈദ്യസഹായം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു പോർട്ടബിൾ ആശുപത്രി ആദ്യമായി ആകാശത്തു നിന്നും താഴേക്കിട്ടുള്ള പരീക്ഷണം നടത്തിയത്. ഏകദേശം 1500 അടി ഉയരത്തിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നും പോർട്ടബിൾ ആശുപത്രി താഴേക്കിട്ടത്. ആഗ്രയിലെ എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാരച്യൂട്ടുകളുടെ സഹായത്തിലാണ് പോർട്ടബിൾ ആശുപത്രി സുരക്ഷിതമായി താഴേക്കെത്തിയത്. ഏകദേശം 720 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ പോർട്ടബിൾ ആശുപത്രി. രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്നെത്തിപ്പെടാൻ സാധിക്കാത്ത ദുരന്ത മേഖലകളിൽ വൈദ്യസഹായം വേഗത്തിലെത്തിക്കാനും ഇരകൾക്ക് ദുരന്തത്തെ അതിജീവിക്കാനും ഇത്തരം പോർട്ടബിൾ ആശുപത്രി വഴി സാധിക്കും. ഒരു പോർട്ടബിൾ ആശുപത്രി വഴി 200 അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെ വരെ പരിചരിക്കാൻ വേണ്ട സൗകര്യങ്ങളുണ്ടെന്നാണ് വിവരം. 36 മിനി ക്യൂബുകൾ അടങ്ങിയ 2 വലിയ കൂടുകളാണ് ഈ പോർട്ടബിൾ ആശുപത്രിയിൽ ഉണ്ടാകുക. ഓരോന്നിലുമാകെ 72 ക്യൂബുകളിലുള്ള വൈദ്യസഹായ ഉപകരണങ്ങളും ജീവൻ രക്ഷാ വസ്തുക്കളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സൈക്കിളിലോ റോഡുകളിലോ കാൽനടയായോ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഏകദേശം 1.5 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവ് വന്നിട്ടുള്ളത്. ഈ ക്യൂബുകൾ വെള്ളം കടക്കാത്തതും ഭാരം കുറഞ്ഞവയുമാണ്. പല വലിപ്പത്തിൽ ഇവയെ നിർമ്മിക്കാനാവുമെന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ അനുയോജ്യമായി ഇത് മാറുന്നുണ്ട്. വൈദ്യസഹായം ആവശ്യമായി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ അടിസ്ഥാന വൈദ്യസഹായം തുടങ്ങി അത്യാധുനിക വൈദ്യശസ്ത്രക്രിയാ സൗകര്യങ്ങൾ വരെ ഇതുവഴി എത്തിച്ചു കൊടുക്കാനാകും. വെറും 12 മിനിറ്റ് കൊണ്ട് ഈ 8 ക്യൂബിനെ വിന്യസിക്കാനാവുമെന്നതാണ് പ്രത്യേകത.